രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ കൈമാറി. രാഹുലിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട DK മുരളി MLA-യാണ് പരാതി നൽകിയത്. TS ഹരീഷ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഈ പരാതി കിട്ടിയപ്പോൾ അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുമെന്ന് പറഞ്ഞിരുന്നു. എത്തിക്സ് കമ്മിറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരു പരാതി ലഭ്യമായാൽ പോലും അയോഗ്യത കൽപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഇനി ഉണ്ടാവുക? ഉണ്ട്. ഈ അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന MLA-മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ MLA-മാരെ പുറത്താക്കാൻ, അയോഗ്യനാക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട്. അത് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് സഭ കടക്കുക. അങ്ങനെ ഒരു നടപടിയോ റിപ്പോർട്ടോ വേണമെങ്കിൽ MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകണം. ഈ സാഹചര്യത്തിലാണ് DK മുരളി MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം എന്നുള്ളതാണ് പരാതി. അതായത് നിയമസഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം എന്നുള്ളതാണ് DK മുരളി MLA-യുടെ പരാതി. ഈ പരാതിയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ കൈമാറുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഇനി DK മുരളിക്ക് നിയമസഭയിൽ ഈ പരാതി ഉന്നയിക്കാൻ കഴിയില്ല. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നാൽ മാത്രം പോരാ. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കണം. അത് സഭ പാസ്സാക്കുകയും വേണം. അതിനുശേഷം ഈ ശാസനം മുതൽ പുറത്താക്കൽ നടപടി വരെ, പുറത്താക്കൽ ശിക്ഷ വരെ സ്വീകരിക്കാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. ശരി, TS ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എത്തിക്സ് കമ്മിറ്റിക്കാണ് ഈ പരാതി കൈമാറിയിട്ടുള്ളത്. DK മുരളി MLA-ആണ് ഈ പരാതി നൽകിയത്.